പാലക്കാട് നഗരസഭയുടെ ഭിന്നശേഷിക്കാർക്കായുള്ള നൈപുണ്യ വികസന ഡേ കെയർ സെന്ററിന് പേരിടുന്നതിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. RSS സ്ഥാപകൻ ഡോക്ടർ KB ഹെഡ്ഗേവാർ സ്മാരകം എന്ന പേര് നൽകുന്നതിനെതിരെയാണ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സ്ഥലത്ത് സംഘർഷം ഉണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോഴും സംഘർഷാവസ്ഥയാണോ? ഇവരുടെ പ്രതിഷേധം എന്തിനാണ്? RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ പേര് ഈ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് നൽകുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും ആക്ഷേപം. ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായി നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു രംഗത്ത് വന്നത്. ഈ തറക്കല്ലിടുന്ന ചടങ്ങ് ബന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിനുശേഷം ഏറെ നേരം ഉന്തും തള്ളും ബഹളവും ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീട് തറക്കല്ലിട്ടു. പക്ഷേ അപ്പോഴാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് ജയദേവൻ അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഈ സ്റ്റേജിലേക്ക് തള്ളിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടുന്ന് സ്റ്റേജിൽ കസേരയും മേശയും അടക്കമുള്ള സാധനങ്ങൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിച്ച് തള്ളി താഴെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറെ നേരം ഈ സംഘർഷവും തുടർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു കാരണവശാലും ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് അനുവദിക്കാൻ കഴിയില്ല. കാരണം പാലക്കാട് നഗരസഭയ്ക്ക് വലിയ മതേതര ചരിത്രമുണ്ട്. അത് കേവലം RSSന്റെ ഒരു നേതാവിന്റെ പേര് ഇടാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് ഡിവൈഎഫ്ഐയും സ്വീകരിച്ചത്. പക്ഷേ പ്രമീള സുശേഷിന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ ശക്തമായ രീതിയിൽ ചെറുത്തുനിൽപ്പ് നടത്തി. എന്തായാലും ഇപ്പോൾ അല്പസമയം മുൻപ് കോൺഗ്രസ് പ്രവർത്തകരും അവിടെ വലിയ പ്രതിഷേധം പിന്നീട് നടത്തി. അവരെയും മാറ്റിയതിനു ശേഷമാണ് ഇപ്പോൾ പരിപാടി പുരോഗമിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷമുണ്ടായി. ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് ഈ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് നൽകുന്നതിലാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ സംഘടനകളുടെ വലിയ പ്രതിഷേധം ഉണ്ടായത്. ഇത്തരത്തിലേക്ക് ഇങ്ങനെ പേര് നൽകുന്നതിൽ എന്താണ് നഗരസഭയുടെ വിശദീകരണം? എങ്ങനെയാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ ഇതിൽ എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ? നമ്മൾ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചോ ശ്രീജിത്ത്? തീർച്ചയായും നഗരസഭ മുൻപ് തന്നെ വിശദീകരിക്കുന്നത് ഹെഡ്ഗേവാർ ഒരു ഭിന്നശേഷി കുട്ടികളെ അടക്കമല്ല, അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ അടക്കം വലിയ രീതിയിൽ പരിപാലിച്ചിരുന്ന അല്ലെങ്കിൽ അവരോട് ഏറ്റവും കരുണ കാട്ടിയിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഹെഡ്ഗേവാറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലടക്കം RSSനെ നയിച്ച ആളാണ്, അല്ലെങ്കിൽ RSSന് അങ്ങനെ ദിശാബോധം നൽകിയ ആളാണ്. അതുകൊണ്ടാണ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതെന്നൊരു വിശദീകരണമാണ്. ഇതിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്നൊരു നിലപാടും പാലക്കാട് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയും സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കേവലം ഒരു മതത്തിന്റെ പേരിൽ ഉള്ള രാഷ്ട്രീയ സാംസ്കാരിക സംഘടന എന്ന് പറയുമ്പോഴും കേവലം മതത്തിന്റെ പേരിലുള്ള സംഘടനയിലേക്ക് ഒരു ഭിന്നശേഷി നൈപുണ്യ വികസന സെന്ററിന്റെ പേരിലേക്ക് മാറ്റാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും അടക്കം നിലപാട് സ്വീകരിക്കുകയാണ്. അനുജ, ശ്രീജിത്ത്, BJP ആണ് ഭരിക്കുന്നത് നഗരസഭ. പക്ഷേ അവിടെ മറ്റംഗങ്ങളുണ്ട്. ഒരു കൂടിയാലോചനയും ഇല്ലാതെ ഏകപക്ഷീയമായി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നോ നഗരസഭാ കൗൺസിലിൽ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പാസാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് അവർക്കില്ല. ഈ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെ നഗരസഭാ കൗൺസിലിലും അതുപോലെ നഗരസഭാ കൗൺസിലേഴ്സും പ്രതിപക്ഷ കൗൺസിലേഴ്സും ഉന്നയിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും BJP ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോയിരുന്നില്ല. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പുറത്തുള്ള ഒരു പ്രതിഷേധമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിടാനുണ്ടായിരുന്നത്. അത് ഇപ്പോൾ തറക്കല്ലിടൽ ചടങ്ങിലേക്ക് കോൺഗ്രസും അതുപോലെ തന്നെ CPIയും യുവജന സംഘടനയായ DYFIയും വലിയ പ്രതിഷേധം നടത്തിയതോടുകൂടി അതും അവസാനിച്ചിരിക്കുന്നതും ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. പക്ഷേ നഗരസഭാ കൗൺസിലിനുള്ളിൽ ഇനിയും പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് CPIM അംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അനുജ, പ്രതിഷേധം തുടർന്നാലും ഈ പേര് മാറ്റുന്നതിലേക്ക് അല്ലെങ്കിൽ തീരുമാനം മാറ്റുന്നതിലേക്ക് BJP പോകാനുള്ള സാധ്യതയുണ്ടോ ശ്രീജിത്ത്? ഒരു കാരണവശാലും BJP അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകില്ല. കാരണം ഇവിടെ പാലക്കാട് നാഗ്പൂരിന് ശേഷം കേരളത്തിൽ ആദ്യമായി ശാഖ തുടങ്ങിയ മേഖലയാണ് വടക്കന്തറ അടക്കമുള്ള പ്രദേശങ്ങൾ. സ്വാഭാവികമായി BJPക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന് വലിയ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മേഖലകൾ വടക്കന്തറ, കർണകേമങ്കോവിൽ, മൂത്താന്തറ അടക്കമുള്ള മേഖലകളുണ്ട്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം പ്രത്യയശാസ്ത്രപരമായ സംഘപരിവാർ അടിത്തറയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ പേര് മാറ്റുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാരണവശാലും പേര് മാറ്റില്ല എന്ന നിലപാടിൽ നഗരസഭ ഭരിക്കുന്ന BJP നേതൃത്വം നിൽക്കുന്നു. അവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. വിവിധ ഗ്രൂപ്പുകളായി BJP കൗൺസിലേഴ്സ് നിൽക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു വിഷയത്തിൽ അവർ സംഘപരിവാർ നിലപാടിന് ഒപ്പമാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. പാലക്കാട് നഗരസഭയുടെ ഭിന്നശേഷിക്കാർക്കായുള്ള നൈപുണ്യ വികസന ഡേ കെയർ സെന്ററിനാണ്
RSS സ്ഥാപകൻ ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേര് ഇടുന്നതിൽ യുവജന സംഘടനകൾ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി എത്തിയത്. തറക്കല്ലിടൽ ചടങ്ങിലായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നേരിയ സംഘർഷാവസ്ഥയുമുണ്ടായി. നിലവിൽ ഈ സംഘർഷം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ BJP അവരുടെ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. വരും ദിവസങ്ങളിൽ കൗൺസിലിൽ പ്രതിഷേധമുണ്ടാകും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും അറിയിച്ചത്.